കേരള രാഷ്ട്രീയത്തിലെ ഭീമാചാര്യൻ വി.എസ്. അച്യുതാനന്ദനോടുള്ള CPM-ന്റെയും പിണറായി സർക്കാരിന്റെയും പക അവസാനിക്കുന്നില്ല എന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. IHRD എന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനത്തെ രാഷ്ട്രീയ കളിക്കളമാക്കി മാറ്റിക്കൊണ്ട് വി.എസിന്റെ മകൻ VA അരുൺകുമാറിനെ ഉന്നം വെച്ച് പുതിയ പടയൊരുക്കം ആരംഭിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് വി.എസിനെ പാർട്ടിക്കുള്ളിൽ വെട്ടിനിരത്തിയവർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബത്തെ പോലും വേട്ടയാടാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു എന്നത് സാംസ്കാരിക കേരളത്തിന് തന്നെ നാണക്കേടാണ്. IHRD അഡീഷണൽ ഡയറക്ടറായ അരുൺകുമാറിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ച് തെരുവിലിറങ്ങിയിരിക്കുന്നത് മറ്റാരുമല്ല, CPM അനുകൂല സംഘടനയായ IHRD എംപ്ലോയീസ് യൂണിയനാണ്. CPM നേതാവ് PK ബിജു പ്രസിഡന്റായ ഈ സംഘടന സ്വന്തം പാർട്ടിയുടെ ഭരണത്തിന് കീഴിലുള്ള ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ പരസ്യമായി രംഗത്തെത്തുമ്പോൾ അതിന്റെ പിന്നിലെ രാഷ്ട്രീയ തിരക്കഥ വ്യക്തമാണ്. VS വിരുദ്ധ വിഭാഗത്തിന്റെ കൃത്യമായ നിർദ്ദേശപ്രകാരമാണ് ഈ നീക്കമെന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? സ്ഥാപനത്തിലെ മറ്റൊരു പ്രൊഫസറായ ഡോക്ടർ വിനു തോമസിനെ വ്യക്തിഹത്യ ചെയ്യാൻ അരുൺകുമാർ ശ്രമിച്ചു എന്നതാണ് യൂണിയന്റെ പ്രധാന പരാതി. വിനു തോമസിനെതിരെ അരുൺകുമാർ എടുത്ത ഭരണപരമായ നടപടികൾ പിണറായി സർക്കാർ തിരുത്തിയത് രാഷ്ട്രീയ കേരളം കണ്ടതാണ്. തൃക്കാക്കര എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രിൻസിപ്പളായിരിക്കെ വിനു തോമസ് സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തി തരം താഴ്ത്തിയ അരുൺകുമാറിന്റെ നടപടി സർക്കാർ രൂപീകരിച്ച സമിതി റദ്ദാക്കി. അഴിമതിക്കെതിരെ നിലപാടെടുത്ത അരുൺകുമാറിനെ തള്ളിക്കൊണ്ട് ആരോപണ വിധേയനെ സംരക്ഷിക്കാൻ സർക്കാർ കാട്ടിയ ധൃതി ദുരൂഹമാണ്. VA അരുൺകുമാറിനെ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കണമെന്നും അദ്ദേഹത്തിനെതിരെ അന്വേഷണം വേണം എന്നുമാണ് PK ബിജുവിന്റെ സംഘടന ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. തെരഞ്ഞെടുപ്പിൽ അരുൺകുമാറിന് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെ ജോലിയിൽ നിന്നും പുറത്താക്കാനുള്ള ഈ നീക്കം VS എന്ന വിപ്ലവകാരിയെ പാർട്ടിയുടെ ചരിത്രത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ്. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ എന്നും സംസാരിച്ച VSന്റെ മകനെതിരെ അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് പരിഹാസ്യമാണ്. IHRDയുടെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ടാണ് ഒരു ഉന്നത ഉദ്യോഗസ്ഥനെതിരെ ഭരണാനുകൂല സംഘടന ഇത്രയും നീചമായ രീതിയിൽ പടയൊരുക്കം നടത്തുന്നത്. CPM-നുള്ളിലെ അധികാര തർക്കങ്ങൾ സ്ഥാപനത്തിന്റെ സുഗമമായ നടത്തിപ്പിനെ ബാധിച്ചിരിക്കുകയാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഇടപെട്ട് അരുൺകുമാറിനെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ അഴിമതിക്ക് കുടപിടിക്കുകയാണ് ഈ സംഘടന ചെയ്യുന്നത്. പിണറായി വിജയനും VS അച്യുതാനന്ദനും തമ്മിലുള്ള പഴയ ശീതയുദ്ധം അതിന്റെ അടുത്ത തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. രസകരമായ മറ്റൊരു കാര്യം, സാങ്കേതിക സർവകലാശാലയും സർക്കാരും തമ്മിലുള്ള തർക്കമാണ് ഇവിടെ. വിനു തോമസിനെ പഴയ പദവിയിൽ നിയമിക്കാനുള്ള സർക്കാർ ഉത്തരവ് സർവകലാശാല അംഗീകരിച്ചിട്ടില്ല. നിയമപരമായി അത് സാധ്യമല്ലെന്നാണ് സാങ്കേതിക സർവകലാശാലയുടെ നിലപാട്. ഒടുവിൽ വിഷയം ചാൻസലർ കൂടിയായ ഗവർണറുടെ മുന്നിലെത്തി നിൽക്കുന്നു. ഗവർണർ ആർക്കൊപ്പം നിൽക്കും എന്നതാണ് ഇപ്പോൾ നിർണായകം. അരുൺകുമാറിന്റെ ഭരണപരമായ നിലപാടിനാണോ അതോ പിണറായി സർക്കാരിന്റെ രാഷ്ട്രീയ തിരുത്തലിനാണോ നിയമപരമായ സാധുത ലഭിക്കുക എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. CPM-ന് തുടർഭരണം ലഭിച്ചാൽ അത് VSന്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യാനാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. VS പക്ഷത്തെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ കരുനീക്കുന്ന പിണറായി വിജയൻ അരുൺകുമാറിനെ വേട്ടയാടുന്നതിലൂടെ നൽകുന്നത് വലിയൊരു സന്ദേശമാണ്. തനിക്ക് വിധേയപ്പെടാത്ത ആരെയും അത് VSന്റെ മകനായാൽ പോലും വെച്ചു പൊറുപ്പിക്കില്ല എന്ന സ്വേച്ഛാധിപത്യ നിലപാടാണ് ഇവിടെ പ്രകടമാകുന്നത്. അഴിമതി ആരോപണങ്ങൾ നേരിടുന്ന വിനു തോമസിനെ പോലുള്ളവരെ സംരക്ഷിക്കാൻ സർക്കാർ കാട്ടുന്ന ഈ ആവേശം കേരളത്തിലെ നീതിനിഷ്ഠരായ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്നതാണ്. വരും ദിവസങ്ങളിൽ ഈ തർക്കം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത. IHRDയിലെ ഈ ആഭ്യന്തര കലഹം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുകയാണ്. അഴിമതി വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ പുകച്ചു പുറത്താക്കുന്ന CPM നയം ജനങ്ങൾ തിരിച്ചറിയും. VSനോടും കുടുംബത്തോടും കാട്ടുന്ന ഈ നീതികേട് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത അധ്യായമായി രേഖപ്പെടുത്തും എന്നതിൽ സംശയമില്ല.